നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. മറുനാടനെ BJP വിരുദ്ധരാക്കാനും മറുനാടൻ വ്യാജരേഖ ചമച്ചെന്ന് വരുത്താനും ഒക്കെ ആയിട്ട് ഒരു വലിയ നീക്കം കഴിഞ്ഞ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ, BJPയിലെ അഴിമതി സംബന്ധിച്ച വാർത്ത, അതായത് ബന്ധപ്പെട്ട് ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ചു എന്നുള്ള വാർത്ത കൊടുത്തത് അതൊരു നമ്മള് തെറ്റായ രീതിയിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ നടത്തുന്നത്. ഈ 3 പേരെ അതിന്റെ വാസ്തവം എന്താണ്? ഇതിന് നമ്മുടെ കയ്യിൽ രേഖ കിട്ടി. നമ്മൾ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരം നമ്മൾ അറിയുന്നു. നമ്മളപ്പോൾ തന്നെ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ഈ 3 പേരെ അഞ്ജന രഞ്ജിത്തും പള്ളിപ്പുറം വിജയകുമാറിനെയും പാങ്ങപ്പാറ രാജീവിനെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള നമ്മൾ ആ വാർത്ത ഇന്നലെ കൊടുക്കുന്നുണ്ട്. ആ വാർത്ത കൊടുത്തതിനൊപ്പം തന്നെ നമ്മുടെ സോഴ്സ്, നമുക്ക് എല്ലാ സ്ഥലത്തും സോഴ്സ് ഉണ്ട്, സോഴ്സുകളെ വിശ്വസിച്ചാണ്. അതാണ് നമ്മൾ ആദ്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആ മാധ്യമപ്രവർത്തകർക്ക് സോഴ്സ് ഉണ്ട്. നമ്മൾ എവിടെ ഇപ്പോൾ പോലീസ് ആണെങ്കിലും, അതുപോലെ എക്സൈസ് ആണെങ്കിലും, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാന്നുള്ള സോഴ്സുകൾ നമുക്കുണ്ട്. ഈ സോഴ്സുകളുടെ സഹായത്തോടെയാണ് നമ്മൾ വാർത്തകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാന്നുള്ള സോഴ്സ് തരുന്ന വാർത്ത മാത്രം നമ്മൾ കൊടുക്കാറുള്ളൂ. ആരെങ്കിലും വിളിച്ച വാർത്ത കൊടുക്കുന്ന ശീലം നമുക്കില്ല. അപ്പോൾ അത്തരത്തിൽ വിശ്വസനീയമായ ഒരു സോഴ്സ് നമുക്ക് ഈ വാർത്ത തന്നു. നമുക്ക് സത്യത്തിൽ ഈ വാർത്തയുടെ കൂടെ ഈ ചിത്രം വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ആ ചിത്രം വയ്ക്കും. അപ്പോൾ എന്താണ് സംഭവം? ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തു, അല്ലെ ഇവരെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞുള്ള ഈ സംഭവം കൃത്യമായി. അതെ. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സോഴ്സിന് ഇതിൻ്റെ ഓർഡറും കിട്ടി. അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പിട്ടുള്ള ഓർഡറും കിട്ടി. ഈ ഓർഡർ അതേപടി നമുക്ക് തന്ന് നമ്മൾ കൊടുത്താൽ ഈ സോഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാകും എന്ന് കരുതി അദ്ദേഹം തന്നെയാണ് ഇത് AI നിർമ്മിതമാക്കി നമുക്ക് തന്നു. അതായത് AIയിൽ കയറ്റി ഇതിൻ്റെ കളർ മാറ്റി, വെളുത്ത ലെറ്റർ ഹെഡി വന്ന സംഭവം മഞ്ഞ ആക്കി നമുക്ക് തന്നു. ഈ തന്നതിനകത്ത് ഈ AIക്ക് കൊടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിന് രായ്ക്ക് പകരം റാ വന്നു, പ്രഭാരിക്ക് പകരം പ്രഡാരി വന്നു. ബാക്കി മൊത്തവും അതിലുള്ള സംഭവം തന്നെയാണ്. സീല്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പ്, അതുപോലെ ഫയൽ നമ്പർ, ഡേറ്റ്, കോപ്പി ടു എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വ്യാജരേഖയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ വ്യാപകമായി ഇപ്പൊ ഈ നമ്മളെ അദ്ദേഹത്തിന്റെ പേര്, ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന യുവരാജ് ഗോകുൽ പോലെയുള്ള ആൾക്കാര്, പിന്നെ BJPക്കുള്ളിലെ മറുനാടൻ വിരുദ്ധർ, അവരിത് വലിയ സംഭവമാക്കി. മറുനാടൻ BJPക്കെതിരെ വ്യാജരേഖ ചമച്ചു. പിന്നെ ചില മാധ്യമങ്ങൾ എല്ലാവരും ഇത് ഇന്നിപ്പതാ ആ രേഖ, അതിന്റെ ഒറിജിനൽ വെളിയിൽ വന്നു. സംഭവം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ഈ അക്ഷരത്തെറ്റും അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇതിന്റെ കളറും വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ BJPയുടെ നേതാക്കളടക്കം, സംസ്ഥാന അധ്യക്ഷനടക്കം തെറ്റാണെന്ന് പറഞ്ഞ ഈ വാർത്ത ശരിയാണ് എന്ന് വന്നിരിക്കുകയാണ്. അതിനകത്ത് അപ്പൊ നമ്മൾ ഈ സംഭവം പറയുമ്പോഴും BJPയുടെ നേതാക്കന്മാർ പറഞ്ഞതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അവർ. ഇല്ല. അപ്പൊ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഇതിനൊരു വിശദീകരണം എടുത്തു. കാരണം ഈ രേഖ പുറത്തു പോയത് അവർക്ക് ക്ഷീണമായി. ഒന്നാമത് കേരള BJPയിൽ വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് വലിയ തോതിൽ അടിച്ചുമാറ്റി. തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചുമാറ്റി. എന്താണ്, 136 തവണ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് ബില്ല് എഴുതി വാങ്ങി. ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ 42 തവണ പോയിട്ടുണ്ട്. 200 വണ്ടി ഓടിയതായിട്ട്, കാറുകൾ, ടാക്സി എടുത്തത് ഓടിയതായിട്ട് ഷീറ്റ്, ലോഗ് ബുക്കിന്റെ ഷീറ്റ് ഉണ്ടാക്കി, കണക്കുണ്ടാക്കി പൈസ അടിച്ചു മാറ്റി. ഈ പൈസ അടിച്ചു മാറ്റി ഈ 200 വണ്ടി പോയിട്ട് 100 എണ്ണം പോലും ഓടിയിട്ടില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു? 200 വണ്ടിയുടെ കണക്ക് കാണിച്ചു. ആ വഴിക്ക് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കൊടി വരാൻ വൈകും എന്ന് പറഞ്ഞു. 1 കോടി കൊടി വേണം. അതിന് ഇവിടെ തന്നെ ഒരു തട്ടിക്കൂട്ട് കമ്പനി, BJPയുടെ ചില നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനി മുഖേന ഇവർ കൊടി ഉണ്ടാക്കാനുള്ള ചുമതല കരാർ ഏറ്റെടുത്ത് 55 ലക്ഷം രൂപയോളം അതിൽ 1-2 BJP എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടി ഉണ്ടാക്കാൻ വേണ്ടി തുണി കൊടുക്കുന്ന ചില തുണിക്കടകൾ തിരുവനന്തപുരത്തും പരിസരങ്ങളിലും കൊച്ചിയിലൊക്കെ ഉണ്ട്. അവർ പൈസ കൊടുക്കണ്ട, അവരെ കൊടുത്തോളും, പറഞ്ഞാൽ മതി. അപ്പോൾ ആ വഴിക്കും പൈസ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് വന്ന കൊടിയെല്ലാം കൂടെ BJPയുടെ ഓഫീസിൽ കെട്ടിക്കിടപ്പുണ്ട് എന്നാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ വേറൊരു യുവാവിൻ്റെ പടം കണ്ടില്ലേ,
പണത്തിന്റെ മുന്നേ ഒരു പെട്ടി 500 നോട്ട് കെട്ട് കോടികളുടെ അതെ, മുന്നിൽ ഇരിക്കുന്നത്. കോടികളുടെ നോട്ട് കെട്ട് വെച്ചുകൊണ്ട് BJPയുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു തലവനായിട്ടുള്ള ഒരാൾ, തലവൻ എന്ന് പറയാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയയിൽ ചുമതലക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ, ആ യുവാവ് എന്താണ്, ആ പെട്ടി നിറച്ച് നോട്ട് 500-ന്റെ നോട്ട് കെട്ട് എടുത്ത് വെച്ച് സെൽഫി എടുത്ത് അയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. അപ്പോൾ എന്ത് ചെയ്തു? ഇതിലെ ഇവർക്കൊക്കെ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഈ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ അത് നമുക്കറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ നിലവിൽ ആരാണോ പാർട്ടി നയിക്കുന്നത് അതിന്റെ വിരുദ്ധര ഒരു അവിടെ കാണും. അവർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് എല്ലായ്പ്പോഴും കൃത്യമായ വാർത്തകൾ എത്തിക്കാറുള്ളത്. എന്നിട്ട് ഈ ദേശാഭിമാനിയിൽ അടക്കം ഇന്നത് വാർത്തയായിട്ട് വന്നു ഈ യുവാവിന്റെ കാര്യം. അതിലൊക്കെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യുവാവ് പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ VVIPകളുടെ കൂട്ടത്തിൽ നമ്പർ 1 ആയിട്ട് നിന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആകപ്പാടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP ഇവിടെ ഈ അഴിമതി ആരോപണം കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം വരുന്നത്. സംഭവം സത്യമാണ്, ആ ഓർഡറും സത്യമാണ്. പക്ഷെ നമുക്ക് തന്ന സോഴ്സ്, ആ സോഴ്സ് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് AI മാർഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് നമുക്ക് അയച്ചു തന്നു. നമ്മളിത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാം കറക്റ്റാണ്. ഈ പറഞ്ഞ 3 പേരെയും എതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ മാറ്റി നിർത്തുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ ഉത്തരവ് ഇറക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഓർഡർ എന്താണ്? ഒറിജിനലാണ്. മാത്രമല്ല ഇത് ഈ കളറിൽ വന്നു കഴിയുമ്പം BJPയുടെ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നത്. വേറെ ഒരു വ്യത്യാസമില്ല. ലെറ്റർ ഹെഡിന് ഏറ്റവും മേളിലത്തെ ലെറ്റർ ഹെഡിന് അടിയിൽ ഉള്ള ആ ഒരു ബാനർ ഉണ്ടല്ലോ, ബാനറല്ല, ഒരു ലൈൻ, ആ ലൈനിന് മാത്രം ഒരു തിക്നെസ് കൂടെ വന്നിട്ടുണ്ട്. ഇതിനകത്തിട്ട് AI സംഭവിക്കുന്നത്. പക്ഷേ ഉത്തരവ് കറക്റ്റ് ആയിരുന്നു. ഇന്നലെ ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് ആരോപിച്ചവരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ഇന്ന് ആ യഥാർത്ഥ ഉത്തരവ് പുറത്തു വന്നു. ഈ വന്നത് സത്യമാണ്. മാത്രവുമല്ല, ഈ അഴിമതി, സാമ്പത്തിക അഴിമതി, അത് ഇന്ന് മറുനാടനല്ല റിപ്പോർട്ട് ചെയ്തത്, മാതൃഭൂമിയൊക്കെയാണ് ഇന്ന് അത് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ വേറെ ഉണ്ട് അഴിമതി. MS കുമാറിന്റെ ഒരു സഹകരണ ബാങ്ക് ഉണ്ട്, BJPയുടെ മുതിർന്ന നേതാവ്. അയാളുടെ അടുത്തു നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടറി ലോൺ എടുത്തോണ്ട് പോയി മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട് ഇതുപോലെ സാമർത്ഥ്യം. നമുക്കറിയാം ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേർക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ, ഈ ഫണ്ട് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഫണ്ട് കിട്ടിയിട്ടില്ല, ഈ ഫണ്ട് അവരുടെ അടുത്ത് ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും പ്രചാരണത്തിന് മാറ്റി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പാതിവില തട്ടിപ്പിലെ പ്രധാന പ്രതിയായ അനന്തു കൃഷ്ണൻ എന്ന തൊടുപുഴക്കാരനെ മറ്റേ ഒരാളുണ്ടല്ലോ, അയാൾ പ്രധാനമന്ത്രി അടുത്തൊരു ഷേഖിന്റെ തൊഴിലുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ, അന്ന് മാധ്യമങ്ങൾ വന്നതല്ലേ. കാലത്ത് AI ആയിട്ട് എന്തും ഇത് AI അല്ല, ഇയാൾ നേതാക്കന്മാർക്ക് ഇയാൾ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ BJPയുടെ പല നേതാക്കളും പ്രതിസന്ധിപ്പെട്ടിരുന്നല്ലോ, അറിയാമല്ലോ, പലരും പുറത്തു വന്നിരുന്നു. അതിനകത്തല്ലേ ഒരു ജസ്റ്റിസ് സഹിതം ആരോപണം. അതെ. ഇപ്പോൾ ഇതിനകത്ത് സത്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 3 പേരെ പാർട്ടിയിൽ നിന്ന്, അവരെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിത്വങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് മറുനാടൻ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് കിട്ടിയ ആ രേഖയും ഒറിജിനൽ ആയിരുന്നു. ഒറിജിനൽ AI-യിലേക്കിട്ട് അല്പം മാറ്റം വരുത്തി നമുക്ക് തന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒറിജിനൽ വന്നു, ഇതും വന്നു. ഫയൽ നെയിം ഒന്ന് തന്നെ, തീയതി ഒന്ന് തന്നെ, ഒപ്പ് ഒന്ന് തന്നെ, സീൽ ഒന്ന് തന്നെ, ബാക്കി എല്ലാം ഓക്കെ. 2 അക്ഷരത്തെറ്റ് മാത്രമേ, ആ 2 അക്ഷരത്തെറ്റും ഈ പറഞ്ഞ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എന്താണ്, മറുനാടൻ മലയാളിയും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് വളരെ നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരിൽ ചിലരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇറങ്ങി ഇത് മറുനാടൻ്റെ തലയിൽ വെച്ച്, മറുനാടൻ ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നലെ മറുനാടൻ വിട്ട ആ രേഖ വെച്ചിട്ടായിരിക്കുമല്ലോ ഇന്ന് ഇവർ ഇത് ഇറക്കിയിരിക്കുന്നത് പറയാമല്ലോ, അങ്ങനെ വേണേൽ പറയാമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറക്കിയെന്ന് അറിയാലോ. അതേ സാധനം, അതേ ഡേറ്റ്, അതേ ഒപ്പ്. അപ്പോൾ ഇത് നോക്കി അവർ ഇറക്കിയെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും മറുനാടനെയും BJPയുടെ നേതൃത്വത്തെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി BJPക്കുള്ളിൽ നിന്ന് തന്നെ ഓർത്തോടെ നമ്മളൊക്കെ സഹായിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്കെതിരെ പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങിയത്. അവർക്കിത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള BJPയുടെ ഉള്ളിൽ നടക്കുന്ന സംഭവം അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അവരിറങ്ങിയത്. പിന്നെ നമ്മളെ എപ്പോഴേലും കിട്ടിയാൽ നമുക്ക് എതിരെ എന്തും പറയാൻ കാത്തു നിൽക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്, ചില BJPയിലെ വലിയ വിരുദ്ധരുണ്ട്, വലിയൊരു വിഭാഗം പറയുന്നില്ല, അവർക്കെല്ലാം എതിരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചീഫ് എഡിറ്റർ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും നടന്നിട്ടില്ല. ആ സത്യസന്ധമല്ലാത്ത ഒരു വാർത്തയും കൊടുത്തിട്ടുമില്ല, അത് അങ്ങനെ കൊടുക്കാറുമില്ല. കാരണം ഈ രേഖയുടെ ആധികാരികത എന്നുള്ളത് നമ്മൾ വേറെ ഒന്നും വിശ്വസിക്കാനെന്നാ. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ സോഴ്സ്, നമ്മുടെ സോഴ്സിനെ നമ്മൾ കണ്ണുമടച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ വാർത്ത കൊടുക്കാൻ പറ്റൂ. കാരണം
ഒരിക്കലും അങ്ങനെ തെറ്റായ വാർത്തകൾ എല്ലാ സോഴ്സുകൾ വരില്ല. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അവരുടേതായ കൃത്യമായ സോഴ്സുകൾ ഉണ്ടായിരിക്കും. അവരെ റിലേ ചെയ്ത് തന്നെയാണ് പലപ്പോഴും എല്ലാവരും വാർത്ത കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഇന്നലെ മറുനാടനെ പ്രതിക്കൂട്ടിലെത്തിയ BJP-യുടെ ചില നേതാക്കൾ ഇന്നോട്ട് കാണാനില്ല. ഇന്നിപ്പോൾ എന്തായാലും യഥാർത്ഥ സംഭവം പുറത്തു വന്നു. അത് പിന്നെ അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തത കൈവന്നിരിക്കുന്നു. മറുനാടൻ ആ കാര്യത്തിൽ യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പം നമ്മളിപ്പോൾ ആരെയും പക്ഷം പിടിക്കുന്നില്ല, ആരെയും നമ്മൾ എതിർക്കുന്നില്ല. ഒരു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ എവിടെ നിന്ന് ക്രമക്കേട് നടന്നാലും നമ്മളത് കൊടുക്കും. ആധികാരികമായ വാർത്തയായിട്ട് നമ്മൾ വാർത്ത കൊടുക്കാൻ അതിന് യാതൊരു തടസ്സമില്ല. എല്ലാത്തരം വാർത്തകളും കൊടുക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മളെപ്പോലുള്ള ആൾക്കാരില്ലെങ്കിൽ ഇവിടെ എത്ര വാർത്തകൾ മുങ്ങിപ്പോകരുത് അല്ലേ? എല്ലാവരും സൂചിപ്പിക്കുന്ന വാർത്ത കൊടുക്കുന്നതല്ല ഞങ്ങളുടെ ജോലി. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വരികയും അത് ആധികാരികമായ സോഴ്സിൽ ഞങ്ങൾക്ക് വരും കിട്ടുമെങ്കിൽ കൃത്യമായിട്ട് വാർത്ത കൊടുത്തിരിക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വരേണ്ടത് നമ്മളെ ഏറ്റവും അധികം ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. നമ്മളിതിൻ്റെ അടുത്ത് ചർച്ച ചെയ്യാൻ പോണ വിഷയത്തിനൊന്ന് സംശയമാണ്. എല്ലാവരും ഒന്ന് ആലോചിക്കണം. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ മതം മാറിയില്ല എന്ന കാരണത്താൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു യുവാവ് അതിക്രൂരമായി മർദ്ദിച്ച് ഇഞ്ചിഞ്ചായി ഭീകരമായി മർദ്ദിച്ച് കൊന്നു എന്ന് സത്യത്തിൽ സബരിയ വസന്ത് അരിപ്പാട്ടുകാരിയാണ്. നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും ഇതൊരു വലിയ വാർത്തയായിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഞാൻ അത്ഭുതത്തോടെ നോക്കണം. നമ്മളെല്ലാവരും നന്നായിട്ട് അതിൻ്റെ പ്രാധാന്യത്തോട് കൊടുക്കുമ്പോൾ പല മാധ്യമങ്ങളും ഇത് ഒരു ചെറിയ വാർത്തയാക്കി ഇത് തൊടാൻ പഠിക്കുന്നില്ല. ഇത് കേരളത്തിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഒരാളും ഇത് തൊടാൻ പഠിക്കും. സദറുൽ അനം എന്ന് പറയുന്ന മലപ്പുറത്തുകാരൻ ഒരു പയ്യനാണ്. രണ്ടുപേരും അവിടെ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിസ്ഥാനിൽ 1-ാം വർഷ വിദ്യാർത്ഥികളാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് തോന്നുന്നത് ഇവരിവിടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ മാത്രമല്ല ഇവര് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടാതെ പോയതായിരിക്കും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്താണ് MBBS പഠിക്കുന്നത്. ഈ വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്നത് തന്നെ അല്പം പണത്തിന്റെ ലാഭം ഓർത്തിട്ടാണ്. ഇവിടെയൊക്കെ MBBS പഠിച്ച് PG ഒക്കെ എടുത്ത് ഇറങ്ങണമെങ്കിൽ നമുക്ക് എത്ര കോടി രൂപ വേണ്ടി വരും. എന്നിട്ട് ഇവർക്കൊരു ജോലി കിട്ടണമെങ്കിലോ ഈ PG കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്ന കുട്ടികളോട് അല്ലെ ഡോക്ടർമാരോട് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന ശമ്പളം വളരെ തുച്ഛം, പുറത്ത് പറയാൻ കൊള്ളാത്ത ശമ്പളമാണ് അവർക്ക് ഇടുന്നത്. ഇവർ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി PG ഒക്കെ പഠിച്ച് പാസ്സായി ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശമ്പള പാക്കേജ് കിട്ടാതെ വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കുഴപ്പമുണ്ട്. ഇനി MBBS മെറിറ്റിൽ എഴുതി പാസ്സായാൽ പോലും വലിയ ചിലവാണ് ഇവിടെ പഠിച്ചിറങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ ചൈന, യുക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ, നേപ്പാള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റഷ്യയിൽ പോകുന്നവരുണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് കുറഞ്ഞ ഫീസിലാണ് അവിടെ ഇങ്ങനെ കൂണ് പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട്, കൊറിയയിലുണ്ട് കേട്ടോ. ഇങ്ങനെ കൂണ് പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ പോയി പഠിച്ച് നമ്മുടെ കേരളത്തിലോട്ട് തിരിച്ചു വരും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അതിനേക്കാൾ വലിയ ദുരിതം. ഇത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇത് അംഗീകരിക്കണം. ഇവരുടെ കോഴ്സ് ക്വാളിഫയിങ് പരീക്ഷ നമ്മൾ പാസ്സാകണം. ആ ക്വാളിഫയിങ് പരീക്ഷ പാസ്സാകണമെങ്കിൽ 16,500 രൂപ കെട്ടിവെക്കണം. ഇത് കെട്ടിവെച്ചാൽ തന്നെ ഇതിന് 300 മാർക്കിലുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് ഈ പരീക്ഷയ്ക്ക്. അതിൽ 150 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ക്വാളിഫൈഡ് ആകത്തുള്ളൂ. മിക്ക വിദ്യാർത്ഥികൾക്കും 149 മാർക്ക് കിട്ടും, 150 കൊടുക്കില്ല. അപ്പോൾ വീണ്ടും ഇവർ ഇത് പഠിച്ച് എഴുതാം. പക്ഷേ ഇവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനോ ഡോക്ടറാണെന്ന് പറയാനോ ഒന്നും പറ്റത്തില്ല. ഇവർക്ക് വിദേശത്ത് ഒരുപാട് പേര് ഇപ്പോഴും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇതിന് പഠിച്ച് പിന്നെ ഈ തത്തുല്യ പരീക്ഷ പാസ്സാകണം. നാഷണൽ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ് പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം കൊടുക്കണം. അതും കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യണം? ഇവർ സർക്കാർ ആശുപത്രിയിൽ നിർബന്ധിത സേവനം ഇന്റേൺഷിപ്പ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കുട്ടികളാണ് ഇത് രണ്ടും. ഈ കുട്ടി പിന്നെ ഹരിപ്പാട്ടുകാരിയാണ്, സാവരിയ ബസന്ത്. ഈ പയ്യൻ മലപ്പുറത്തുകാരനാണ്, സദറുൽ അനം. എന്താണെങ്കിലും ഇത് 1-ാം വർഷ വിദ്യാർത്ഥികൾ. അവിടെയാണ് നമ്മളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്നത്. ഇവരപ്പോൾ അങ്ങോട്ട് ചെന്ന് ഈ കോഴ്സൊക്കെ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയും, ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജിൽ യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലെന്നാണ്. എല്ലാവർക്കും ഒരു ഹോസ്റ്റലാണ്, ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എല്ലാം ഒരു ഹോസ്റ്റലാണ്. അപ്പൊ ഈ കുട്ടിയെ ഇവൻ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ്. മതം മാറണമെന്ന് നിർബന്ധിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവിടെ നിന്ന് സഹപാഠികൾ പറഞ്ഞത്. ഇപ്പൊ ഈ കുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് ഇതിന്റെ സഹോദരി ഭർത്താവ് ജനീഷ് എന്ന് പറഞ്ഞ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാളാണ് നേരെ അവിടെ പോയി ഈ മൃതദേഹമെല്ലാം വാങ്ങി കൊണ്ടുവരുന്നത്.
അതിനിടയ്ക്ക് ഈ പ്രതി ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഈ പ്രതിയെ അവിടെ കാണാൻ ഇയാൾ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. മാത്രമല്ല അവർ ഈ കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഒരു സാധാരണ രീതിയിലാണ്. അവർക്കിതൊരു വലിയ കാര്യമൊന്നുമല്ല. അവർ വിശദമായിട്ടുള്ള റിപ്പോർട്ടും ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. അവരാകെ പറഞ്ഞ തലക്കടിയേറ്റ ക്ഷതം കൊണ്ട് മരിച്ചു എന്നാണ്. പക്ഷേ ഈ കുട്ടിയുടെ ശരീരം ബന്ധുക്കൾ പരിശോധിക്കുമ്പോൾ ഈ മൃതദേഹം നിറയെ അടി കൊള്ളാത്ത ഒരു ഭാഗം പോലും എന്നാണ്. ഈ തറയിലിട്ടിയാൽ ചവിട്ടി എന്നാണ്. ഈ പയ്യനാണ്, അവനും 10-22 വയസ്സല്ലേ വരുള്ളൂ. വീണ് കിടന്ന കുട്ടിയെ നെഞ്ചിലൊരു ചവിട്ടി എന്നാണ്. അപ്പം അത്രയ്ക്ക് ഇയാൾ മയക്കുമരുന്ന് അടിച്ചിട്ടാണോ വന്നത്, അതോ ഇയാൾ മതഭ്രാന്തനാണോ, അതോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയെ ബന്ധമുള്ളവനാണോ, ഒന്നും അറിയാൻ പറ്റില്ല. ഇവൻ്റെ പശ്ചാത്തലം ആദ്യം അന്വേഷിക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പം ലവ് ജിഹാദ് അല്ലെ കേരള സ്റ്റോറി സിനിമ വരുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഉടനെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് കേരളത്തെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് സംഘപരിവാർ പ്രോപ്പഗൻഡയാണ്, ഇവിടെ ലവ് ജിഹാദ് ഇല്ല. നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ, എത്ര ഉദാഹരണം, ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അഖില ഹാദിയ അടക്കം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷിക്കണം. നമ്മളെ അന്വേഷണ ഏജൻസികൾ, നമ്മളെ ഇവിടുത്തെ NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ നിർബന്ധമായും ആ രാജ്യവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ള കാര്യം കേരള പോലീസ് അന്വേഷിക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ NIA അന്വേഷിക്കണം വന്നിട്ട് ഇയാളെ കുടുംബ പശ്ചാത്തലം. അല്ല, ഇവൻ എന്നിട്ട് ആ പോലീസിനോട് പറഞ്ഞത് വളരെ വലിയ ഒരു കഥയാണ്. ഇവന് ദേഷ്യം വന്നപ്പോൾ ഇവൻ ഈ ലാപ്ടോപ്പ് എടുത്ത് കൊച്ചിട്ട് തലക്കടിച്ചു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. പക്ഷേ അതല്ല വിശ്വസനീയം, അതല്ല. അങ്ങനെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച ആ കുട്ടി ഒരു ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്ക് 2 അടി അടിച്ചാൽ ഉടനെ ആള് ഇത്രയും ഭീകരമായ പരിക്കുകളേറ്റ് മരിക്കും, ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇതിനെ അടിച്ച് ഈ അടി സഹിക്കാൻ പറ്റാ, ക്രൂര പീഡനം സഹിക്കാൻ ഈ കൊച്ചു ബോധം കെട്ട് വീണു, കുഴഞ്ഞു വീണു, ആശുപത്രിയിൽ എത്തിക്കാൻ സമ്മതിച്ചില്ല. മാത്രം അവസാനം ആശുപത്രി കൊണ്ടുപോയപ്പോഴും പറഞ്ഞൊന്ന് വീണതേ ഉള്ളൂ. അത് തല ചുറ്റി വീണതാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഇത്രയും ഭീകരമായി മർദ്ദിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളാരും ഇത് അറിഞ്ഞില്ലയോ എന്നുള്ളതാണ്. അതങ്ങ് പോട്ടെ. അപ്പൊ ഇത് കുറെ നാളായിട്ട് ഇത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് വീട്ടുകാരോട് ഈ കുട്ടി ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്, ഇനി അതോ പറഞ്ഞിട്ടുണ്ടോ, എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു, നമ്മുടെ നാട്ടിലെ രീതി ഉണ്ടല്ലോ, ഇത്ര ലക്ഷങ്ങൾ രൂപ മുടക്കി പഠിക്കാൻ അയച്ചില്ല, നീ അവിടെ നിന്ന് പഠിച്ചോളൂ എന്ന് സാധാരണ ഇതിൽ പലരും പറയും. പക്ഷേ ഈ കുട്ടിയുടെ വീട്ടുകാരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണെന്ന് തോന്നുന്നു. പക്ഷെ അവരങ്ങനെ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നില്ല. നമ്മുടെ വീട്ടില് ഈ ഗാർഹിക പീഡനത്തെ തുടർന്ന് നവവധു ആയിട്ടുള്ള ആൾക്കാരൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ കൊച്ചിന് നേരെ ഗാർഹിക പീഡനം. അപ്പോൾ ഈ കുട്ടി വിളിച്ച് വീട്ടിലോട്ട് പറയാം, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എന്നെ ഇവർ അതുപോലെ പീഡിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ ഒക്കെ നമ്മൾ കല്യാണം കഴിച്ചു, നിങ്ങൾ അവിടെ നിൽക്കുക, എങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നത്? ഒരു 2 മാസം 3 മാസം കൂടെ ഒക്കെ സഹിച്ചിട്ട് ഈ കുട്ടി ജീവൻ എടുക്കും. അന്നേരം രക്ഷകർത്താക്കൾ കിടന്ന് നിലവിളിക്കും, ഞങ്ങൾക്കറിയായിരുന്നു, ഇടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഈ കുട്ടിക്ക് നേരെ എന്തെങ്കിലും, ഈ കുട്ടിക്ക് ഇങ്ങനെ ഇയാളിൽ നിന്നും ശാരീരിക പീഡനം ഏൽക്കുന്നുണ്ട് എന്നവർ ആ കുട്ടി അറിയിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഇതിന്റെ കാരണം? ഇത് മതം മാറ്റം മാത്രമാണോ? ഇവൻ എന്തെങ്കിലും തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നോ? അവിടെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി ഇവന് ബന്ധമുണ്ട്? ഇതൊക്കെ അന്വേഷിക്കണം. ആ രാജ്യത്ത് നമുക്കറിയാം, ഈ റഷ്യ വിഭജിച്ചതിന് ശേഷം ആ ഏരിയയിലുള്ള പല രാജ്യങ്ങളിലും യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. മനസ്സിലായി, അവിടെ വ്യാപകമായ തോതിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും പ്രശ്നമാണ്. മനോഹരമായ രാജ്യങ്ങളെ റഷ്യ USSR ആയിരുന്ന കാലത്ത്. പിന്നീട് ഇതെല്ലാം തകർന്ന് നാല് വഴിക്ക് ആവുകയും ഇവിടെ ഒന്നും തന്നെ കൃത്യമായ ക്രമസമാധാനമോ നിയമ സംവിധാനമോ ഒന്നുമില്ലാത്ത രാജ്യങ്ങളാണ്. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ചെയ്തത്? ആ കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റു കുട്ടികളാരും ഇത്രയും വലിയൊരു മൃഗീയ മർദ്ദനം നടന്നിട്ട് എന്തുകൊണ്ടാണ്? ഈ കുട്ടി തീർച്ചയായും നിലവിളിച്ചാണെന്നുള്ള ഉറപ്പാണ്. അതോ നിലവിളി പുറത്തുവരാതിരിക്കാൻ വേണ്ടി ഇയാൾ വായിൽ തുണി കുത്തിക്കയറ്റി വല്ല എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇത് സംഭവം നടന്നത് ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ പോലും ശരിക്കും ഇതിൻ്റെ രണ്ടുപേരും മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ് എന്നുള്ളത്, ഇവിടുന്ന് പോയവരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും. അന്വേഷിക്കണം അത് കൃത്യമായിട്ട്. അല്ല, ഇവരിപ്പോൾ കേരള പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ പോലീസിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് റീപോസ്റ്റ്മോർട്ടം നടത്തി. ഈ അവിടെ എന്താണ് സംഭവിക്കാൻ വന്നത്? ഇപ്പം ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസ് എങ്ങനെ കേരള പോലീസ് കൈകാര്യം ചെയ്യും, അല്ലെ ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഒന്ന്, കുറ്റകൃത്യം നടന്നിരിക്കുന്നത് വേറൊരു രാജ്യത്താണ്. ആ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അയാളെ ശിക്ഷിക്കത്തുള്ളൂ. ആ പ്രതിയെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ക്രൈമിന് ആ പ്രതിയെ നമുക്ക് ഇവിടേക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പോലും ഇതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് വേണേൽ അന്വേഷിക്കാം. എങ്ങനെ ഇതിലേക്ക് പോയി? ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കുട്ടിയുടെ മൊഴി, മാതാപിതാക്കളുടെ മൊഴിയെടുക്കാം, ബന്ധുക്കളുടെ മൊഴിയെടുക്കാം. അതുപോലെ ഈ പ്രതിയുടെ വീട്ടുകാരുടെയും അവരുടെ ബന്ധുക്കളെയും മൊഴിയെടുക്കാം. എന്താണ് ഇവരുടെ പശ്ചാത്തലം? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുടുംബ പശ്ചാത്തലമാണ് ആദ്യം അന്വേഷിക്കുന്നത്. കുടുംബ പശ്ചാത്തലം, ഇവൻ ഏതൊക്കെ സംഘടനകളെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, എന്തൊക്കെയായിരുന്നു ഇവൻ നേരത്തെ പഠിച്ചിരുന്ന കോളേജിലെ സ്കൂളിൽ എവിടെയൊക്കെ എന്തായിരുന്നു ഇവൻ്റെ പരിപാടി, ഏത് തരക്കാരനായിരുന്നു ആദ്യം അന്വേഷിക്കണം. കാരണം ഒരു
ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ ആ കൂടെ പഠിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ട് അത് വെറുതെ ഈ മതം മാറ്റം മാത്രമായിരിക്കില്ല ഇതിന് പിന്നിലുള്ളത്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അതും കൂടെ ഒന്ന് അന്വേഷിക്കണം. അല്ല, ഈ തീവ്രവാദ സംഘടനകളുടെ ആൾക്കാർക്ക് പ്രത്യേക ട്രെയിനിങ് ഉണ്ട് പറയുന്നത്. അപ്പോൾ അവരെ ഒരാളെ എങ്ങനെ, ഇപ്പം നമുക്കറിയാം ഇദ്ദേഹം കൈമുട്ടി മുറിച്ച ജോസഫ് മാഷിന്റെ കയ്യിൽ ഇവർ പ്രത്യേക രീതിയിലാണ് വെട്ടിയത്. എന്ന് വെച്ചാൽ ഇതൊരിക്കലും തുന്നിച്ചേർക്കാൻ പാടില്ലാത്ത രീതിയിലും ഈ മുറിവുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോര വാർന്നൊഴുകി മരിക്കത്തക്ക രീതിയിലുള്ള കട്ടാണ്. അതിനൊരു പ്രത്യേക തരം ഇവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ട്രെയിനിങ്. ആ തരം ട്രെയിനിങ് അനുസരിച്ചാണ് അയാളെ അന്ന് ജോസഫ് സാറിനെ കൈവെട്ടിയത്. അത് അന്ന് അദ്ദേഹത്തിന്റെ മനധൈര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പിടിച്ചത്. മാത്രമല്ല, ഈ മാറാട് അന്ന് നടന്നല്ല, മാറാട് കുറെ പേരെ അന്ന് കൊന്ന കേസിലും ഈ വെട്ട് ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ രീതിയിൽ വെട്ട്, അങ്ങനെ ആ വെട്ടിനെ കുറിച്ച് അന്ന് വലിയ വാർത്തകൾ നമ്മളന്ന് പുറത്ത് വിട്ടിരുന്നു, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്. ഇവരെന്തോ വളരെ ട്രെൻഡാണ്, അങ്ങനെ ഒരാളെ എങ്ങനെ വെട്ടിക്കൊള്ളണം, അപ്പോൾ എങ്ങനെയൊക്കെ മർദ്ദിക്കണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സിനിമ ഇറങ്ങി കേരള സ്റ്റോറി, അത് ഇവിടെ നടക്കാത്ത കാര്യമാണ്. അപ്പം ഇത് എന്താണ് കേരള സ്റ്റോറിയുടെ സംവിധായകൻ തന്നെ പറയുന്നുണ്ട്, VS അച്യുതാനന്ദന്റെ ഒരു പ്രസ്താവനയിൽ നിന്നാണ് ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല, ഇതിവിടെ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ തള്ളി പറയേണ്ട കാര്യമില്ല, അത് നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ വെള്ളപൂശിക്കൊണ്ട് ആ കുംഭമേള പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നേതാക്കന്മാരുടെ പൂർത്തിയാത്ത കുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? അല്ലല്ല, കേരള പോലീസ് പെൺകുട്ടിയുടെ സുരക്ഷ പിൻവലിച്ചു. എന്താണെന്നറിയോ? പെൺകുട്ടിയെ കാണാനില്ല. അതായത് ഇവര് ഇന്ന് ഹൈക്കോടതിയിൽ കേസ് ചെയ്യുന്നു. കേരള പോലീസ് അതിന്റെ സുരക്ഷ പിൻവലിച്ചു എന്ന് അറിയിച്ചു കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടി കൊടുത്ത അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ഒന്നും ഈ കുട്ടി അവൈലബിൾ അല്ല. ഞങ്ങൾ പിന്നെ എവിടെ ചെന്ന് സുരക്ഷ കൊടുക്കും? പിന്നെ ഇവരെന്ത് സുരക്ഷയാണ് ഇത്ര നാളും കൊടുത്തോണ്ടിരുന്നത്? പാർട്ടി സുരക്ഷ കൊടുത്തിരുന്നല്ലോ, പാർട്ടിയാണല്ലോ പക്ഷേ പിന്നെ ഇവിടുത്തെ അളിയന്മാരെല്ലാം കൂടെ മുങ്ങി കേസ് വരുമെന്ന് മേടിച്ച് ഇപ്പൊ മറ്റവൻ ഇത് തിരുത്തിയെന്നല്ലയോ പറയുന്നത്, ഫർഹാൻ ഖാൻ, എന്താ അയാളുടെ പേര്, ഫർസാൻ ഖാൻ, അയാൾ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തിയതാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഈ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഈ വാർത്ത നമ്മളെ നടുക്കുന്നതാണ്. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിൽ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളതാണ് സഹപാഠികളുടെയും ബന്ധുക്കളുടെയും വഴി അവർ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കേസുമായിട്ടാണ് ബന്ധുക്കളും മുന്നോട്ട് പോകുന്നത്. അതിന്റെ യാഥാർത്ഥ്യം ഈ അവിടെ നിന്ന് വിദേശത്ത് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന് ശേഷമേ നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് അത്ര വലിയ കൈകാര്യം ചെയ്യാതിരുന്ന ഒരു വലിയ മോശമായി പോയി. മാത്രമല്ല, ഇപ്പൊ ഈ കുട്ടിയുടെ വീട് ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് തന്നെ ആലപ്പുഴ MP ആയ ഹരിപ്പാട് മണ്ഡലത്തിലാണ്, ആഭ്യന്തര മണ്ഡലമാണ്. അതുപോലെ സ്ഥല MP KC വേണുഗോപാൽ, അദ്ദേഹം എന്താണ് AIC ജനറൽ സെക്രട്ടറിയാണ്, ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാനും ഇത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളൊരു അന്വേഷണം നടത്താൻ അവരൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, പിണറായി വിജയനെതിരെ കണ്ണൂർ ലോബി, CPM-ലെ കണ്ണൂർ ലോബി അതിശക്തമായിട്ട് രംഗത്തെത്തും. നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, ഓരോ ദിവസം ഓരോരുത്തരായി രംഗത്തിറങ്ങും. നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് P ജയരാജൻ ഇറങ്ങും, MV ആയി, EP ആയി, ഇന്ന് P ഇറങ്ങുമെന്നാണ് നമ്മൾ കരുതിയത്. P ഇറങ്ങി, പക്ഷേ PK ശ്രീമതിയാണെന്ന് PK ശ്രീമതി ആണെന്ന് മാത്രം. എന്താണെങ്കിലും KK രാഗേഷിനെതിരെയാണ് ഇവരെല്ലാവരും ശക്തമായിട്ട്. KK രാഗേഷ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരെ, കാരണം ഈ പിണറായി വിജയന്റെ ശിങ്കടിയാണല്ലോ ഇയാള് സ്വന്തം ഈ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഒരു ഇലക്ഷൻ ഇയാൾ ജയിച്ചിട്ടുണ്ടോ? രാജ്യസഭാംഗമായിരുന്നുണ്ടെന്നാണ്. അല്ല, ഈ KK രാഗേഷ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ നിൽക്കുന്നതല്ല, അദ്ദേഹം ചിരിക്കുന്ന പോലെ നമ്മളാരും കണ്ടിട്ടില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് നമ്മളത് സിനിമയിലൊക്കെ വന്നാൽ പോലും അതിലെ ഈ നേതാക്കന്മാർക്ക് ഈ ബോഡി ലാംഗ്വേജ് സംവിധായകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇന്നലെ EP ജയരാജൻ എന്താ പറഞ്ഞത്, രാഗേഷിനെ തള്ളിയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞു, KK രാഗേഷിനെ തള്ളി പറഞ്ഞു. ഇന്നലെ വൈകിട്ട് തന്നെ നമ്മുടെ KK ശൈലജ രാഗേഷിന്റെ അഭിപ്രായത്തെ എതിരെ പറഞ്ഞു. ഇന്നിപ്പോ ഏറ്റവും ഒടുവിലായിട്ട് PK ശ്രീമതിയും അത് തന്നെ പറഞ്ഞു. PK ശ്രീമതിയാണ് ഈ കൂട്ടത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഷയിൽ പറഞ്ഞതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ 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 ഇങ്ങനെ ഞഞ്ഞ വർത്താനം പറയുന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. കാരണമില്ലെങ്കിൽ ഒന്ന് പറയാൻ പോകും. അതായത് എന്തുകൊണ്ടാണ് ഈ വിഴിഞ്ഞത്തെ പിന്നെ MD മാറ്റിയത്, ആ സ്ഥാനത്ത് മാറ്റിയെന്നുള്ളതിന് കാരണം അറിഞ്ഞു തുടങ്ങി പറയാൻ പോരുന്നതാണ്. കാരണം പിന്നെ ശ്രീമതി ടീച്ചർ ഒരു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരാളാണ്. ഒരു സർക്കാരിന്റെ തീരുമാനമാണ് ആരെ ഏത് കസേര ഇരുത്തണമെന്നുള്ളത്. അതിനല്ലേ സർക്കാരുടെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ ജീവിതകാലം മുഴുവൻ ഭരിച്ചാൽ മതിയായിരുന്നല്ലോ. സർക്കാർ തീരുമാനിക്കുക ആര് ഏത് പദവിയിൽ ഇരിക്കണം എന്നുള്ള കാര്യം. പിന്നെ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും ജീവിതകാലം മുഴുവൻ ഒരു പദവിയിലല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത സാമാന്യ ബുദ്ധിയില്ലാത്തവർ ഇയാൾ മുഖ്യമന്ത്രി പഴയ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. ഇത് ഇപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇദ്ദേഹം ഇന്നലെ ആണെന്ന് തോന്നുന്നു
സെക്രട്ടേറിയറ്റ് യോഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പുറത്തുള്ള ചർച്ച വേണ്ട, അതായത് അകത്തുള്ള ചർച്ച മതി. അപ്പോൾ ഇതിനകത്ത് വിജയരാഘവൻ രണ്ട് ലേഖനം എഴുതി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ദേശാഭിമാനിയിൽ. പിന്നെ MA ബേബി പ്രതികരിച്ചു, പിന്നെ ഇദ്ദേഹം തോമസ് ഐസക് പ്രതികരിച്ചു, P രാജീവ് പ്രതികരിച്ചു, ചിന്തയിൽ വരെ പ്രതികരണം വന്നു. പിന്നെ പുത്തലത്ത് ദിനേശൻ പ്രതികരിച്ചു. ഈ പ്രതികരിച്ചതെല്ലാം കാരണഭൂതന്റെയും MP-യുടെയും നെഞ്ചത്തോട്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുകയാണ്, ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്, ഉൾപാർട്ടി വിമർശനം മതി, ഇത് പുറത്ത് പോയി ചർച്ച ചെയ്യേണ്ട, ഇത് പുറത്ത് ആരും സംസാരിച്ചു പോകരുത്. ഇത് പുറത്ത് ഇവർ വിട്ടത് എന്തിനാണെന്നറിയോ? അത് മനഃപൂർവ്വം വിട്ടതാണ്. മാത്രമല്ല ഇത് പുറത്ത് ആരും ഇനി അറിയാൻ ബാക്കിയില്ല. അതായത് ഈ സംഭവം ഇതാണ്. ഇപ്പൊ കീഴ്ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്ത് കുറ്റം പിണറായി വിജയന്റെ MV ഗോവിന്ദന്റെ ആണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് മേൽഘടകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ വെച്ച് ഇവർ വെട്ടിത്തിരുത്തി കുറ്റം മുഴുവൻ പാർട്ടിയുടെ മണ്ടക്കോട്ടാക്കി. നമ്മൾ പറയാറുള്ള അമൂർത്തമായ ഒരു സങ്കല്പമാണ് പാർട്ടി ആകാശത്തേക്ക് സാധനമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ഈ നേതാക്കന്മാര് ഈ തലമാറട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാനില്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള സാധനമുണ്ട്. അല്ല, മാത്രമല്ല ഈ നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള വലിയൊരു ഭീഷണി നിലയ്ക്കുന്നുണ്ട്. ഈ പിണറായിക്ക് 82 വയസ്സ് കഴിഞ്ഞ് അയാൾ മുഖ്യമന്ത്രിയും PV മെമ്പറും ഒരു കമ്മ്യൂണിസ്റ്റാണ് ഇയാൾക്ക് കിട്ടാന്നുള്ള എല്ലാ പദവിയും കിട്ടി. ഇനി നാളെ ഭരിക്കാൻ ആഗ്രഹിച്ച് കസേര മോഹികളായി ഇവരെല്ലാം ഇരിക്കുന്നുണ്ട്. ഈ സതീശൻ ഇമാതിരി നന്നായിട്ട് ഭരിക്കുകയും ഈ പിണറായിയും ഈ ഗോവിന്ദനും കൂടെ ഇതുപോലെ പാർട്ടി കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ ഇവർക്കൊക്കെ അവസരം ഇല്ല, കരിയർ തീർന്നു. അല്ലെ, ഈ ഇതിനകത്ത് ഇപ്പൊ പ്രശ്നം എന്താ? ഇവരെല്ലാം പ്രതികരിച്ച എന്താ? പുറത്ത് പ്രതികരിച്ച ഒന്ന് ഈ മുദ്രാവാക്യം നമ്മളല്ലെങ്കിൽ പിന്നെ ആരുണ്ട്? പിന്നെ നമ്മൾ വർഗ ബഹുജനങ്ങളിൽ നിന്ന് അകന്നു. അടുത്ത ഒരെണ്ണം അതാണ് വീട്ടിൽ പോകാനുള്ള സമയം കണ്ടെത്തി. പിന്നെ പിണറായി വിജയന്റെ ഭാഷ ശരിയല്ല, MV ഗോവിന്ദൻ ഭാര്യയെ മത്സരിപ്പിച്ചത് ശരിയായില്ല, പിന്നെ ഈ G സുധാകരനെ പോലുള്ള നേതാക്കൾക്കെതിരായി എടുത്ത രീതി അത് ശരിയായില്ല, പിണറായി വിജയൻ്റെ വേഷഭൂഷ നടപ്പ് സംസാര രീതി അത് മാറേണ്ടിയിരുന്നു. ഇങ്ങനെ അതുപോലെ പൊതുജനങ്ങളിൽ നിന്ന് ഇവർ അകന്നു. അതായത് നമ്മൾ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുമ്പം നമ്മളിപ്പം പൊതുജനങ്ങളുമായിട്ട് നമുക്ക് ബന്ധമില്ല. നേരത്തെ ഒരു കല്യാണം വന്നാൽ ഒരു മരണം വന്നാൽ നമ്മൾ ആ വീടുകളിൽ പോയി വെട്ടിയും വെള്ളം കോരിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ ഈ പറയുന്ന കഥാപാത്രത്തോട് കുമാരനുള്ള സാർ ഇടപെടുന്നുണ്ട്, അറിയാമല്ലോ അച്ചടക്കം. അത് അറിയില്ലെങ്കിൽ പഠിപ്പിക്കും, ഞങ്ങൾ പഠിപ്പിക്കും. അത് ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രത്തിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ഇവർ വിമർശിച്ചു. ഇത് വിമർശിച്ചു എന്ന് മാത്രമല്ല, ഇവരിത് എല്ലാം എന്തോ ചെയ്തു, ഈ ഓരോ സ്ഥലങ്ങളിൽ പറയാൻ തുടങ്ങി. ഇപ്പൊ ബേബിയും രാജീവും ഒക്കെ മലപ്പുറത്താണ് പറഞ്ഞത്. അതെ. അപ്പൊ ഈ ബേബി രാജീവ് മറ്റേ പൂമരന്റെ പേരങ്ങ് മറന്നുപോയാണ്. സത്യാനന്തര കാലഘട്ടത്തിൽ നയിക്കേണ്ട ആളാണെന്നാണ് തോമസ് ഐസക്. അങ്ങനെ ഒരു വിഭാഗം എന്ത് ചെയ്തു, ഇത് പുറത്തോട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതിനെ പ്രതിരോധിക്കാൻ വേറെ മാർഗ്ഗമില്ല. ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് എന്താ? രണ്ട് പ്രധാന പോയിന്റ്. ഒന്ന് പിണറായി വിജയനും ഒന്ന് MV ഗോവിന്ദനും കാരണമാണ് ഇത് തോറ്റതെന്നാണ് ഇത് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊരാളെ പ്രതിരോധിക്കാൻ ഇറക്കിയ ആളാണ് പുത്തലത്ത് ദിനേശൻ. പുത്തലത്ത് ദിനേശൻ അക്ക വിട്ട് ഫേസ്ബുക്കിൽ എഴുതി വെച്ചതിനകത്തുനിന്ന് ഈ ഗോവിന്ദനും പിണറായി ഔട്ട്, ബാക്കി മൊത്തം പാർട്ടിയുടെ കുഴപ്പം. പാർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയും, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയും. അവസാനം ഹൈക്കമാൻഡ് എന്താണെന്നുള്ളത് കാരണം വിശദീകരിച്ചില്ല, അത്രേ ഉള്ളൂ. ഈ LDF അല്ലാതെ മറ്റാരും എന്നതിനെ കുറിച്ച് ഏതോ ഒരു യോഗത്തിൽ പറഞ്ഞു ഇതൊരുമാതിരി അഹങ്കാര വർത്തമാനമാണ് ആണല്ലോ. ഇവിടെ ഞാനില്ലെങ്കിൽ ഇല്ല, ഇവിടെ ലോകമില്ലെന്നുള്ള രീതിയിലുള്ള അഹങ്കാരം. ഇയാളെ മുഖം കണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമെന്നുള്ള പരം ചോദിച്ചതാണ് ഇയാളുടെ മുഖം കണ്ട്. മാത്രമല്ല ഇതിന് ശേഷം നിയമസഭയിലോട്ട് വന്നിരുന്നതുമല്ല, മൊത്തം തിരിച്ചടി. മകളുടെ വീട്ടിൽ ED റെയ്ഡ്, പുള്ളിയുടെ വീട്ടിൽ ED റെയ്ഡ്, അത് പോരാണ്ട് KN ബാലഗോപാൽ എണ്ണീറ്റ് എന്താ നോക്കിയിരിക്കുക, ഇങ്ങനെ ഇരുന്നാ മതി, LOP പറയൂ, LOP അവിടെ ഇരുന്ന് ഇങ്ങനെ പേടിച്ച് പറിച്ചിരിക്കും. LOP എണ്ണീറ്റ് തിക്കുമൊക്കെ നോക്കുകയാണ്, എന്ത് പറയണം, കടലാസാക്കി ഉത്തരവില്ലല്ലോ. അപ്പൊ അവർക്കെതിരെയാണ് ഇന്നലെ EP ജയരാജന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് കണ്ണൂർ ലോബി അതിശക്തമായിട്ട് രംഗത്തുണ്ട്. ആദ്യം ഇത് തുടങ്ങിയത് MV ജയരാജനാണ്. പാവത്തിനെ അവിടെ അടിച്ചിരുത്തി. MV ജയരാജന് ഒരു പിന്തുണയുമായിട്ട് ആരുമില്ലായിരുന്നു. അത് പക്ഷേ ഇദ്ദേഹം EP ഏറ്റെടുത്തു. MV ജയരാജൻ എന്തോ ചെയ്തത്? MV ജയരാജൻ പാവം, അദ്ദേഹം പറഞ്ഞത് 2 MLA മാർ വരുന്നെങ്കിൽ വന്നോട്ടെ, ഒന്നുമല്ല ഒരു രാജ്യസഭാ സീറ്റെങ്കിലും ഒപ്പിക്കാമല്ലോ എന്ന് കരുതിയ. ഇപ്പൊ
36 സീറ്റ് ഉണ്ടായാലേ രാജ്യസഭയിലോട്ട് ഒരാളെ ഇവരെ ഇപ്പോഴത്തെ നിലവിലുള്ള ആശാന്മാർക്ക് ആർക്കും രാജ്യസഭ എടുക്കാൻ പറ്റില്ല. പറ്റത്തില്ല. ഇപ്പൊ അതാണ് രസം. ഇനിയിപ്പോ CPM-ന്റെ ഇപ്പൊ ഉള്ള MP-യുടെ കാലാവധി കഴിയുന്നതോടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. രാജ്യസഭയിൽ CPM-ന് കേരളത്തിൽ നിന്ന് MP വരെ ഉണ്ടാവില്ല. അപ്പോഴേക്കും അപ്പോൾ കോൺഗ്രസിലായിരിക്കും അടുത്ത അടി UDF-ലായിരിക്കും സീറ്റിന് വേണ്ടി. അതെ. അപ്പോൾ എന്താണ് അങ്ങനെ വന്നപ്പോൾ ആണ് എനിക്ക് തോന്നുന്നു MV ജയരാജൻ പറഞ്ഞത്, നിങ്ങൾ തെറ്റുതിരുത്തി വന്നാൽ പരസ്യമായി മാപ്പ് അപേക്ഷിച്ചാൽ നിങ്ങളെ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അപ്പൊ അവര് പറഞ്ഞു ഓ വേണ്ട, അവര് രണ്ടുപേരും വേണ്ടാന്ന് പറഞ്ഞത് മാത്രമല്ല നന്നായിട്ട് കളിയാക്കി വിട്ടുകൊടുത്തു. ശരി, MV ഗോവിന്ദനെ ടി കെ ഗോവിന്ദൻ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്കെല്ലാം പാർലമെന്ററി വ്യാമോഹമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. 3 തവണ മത്സരം ജയിച്ചിട്ട് അടുത്ത് എനിക്ക് പറയാൻ എൻ്റെ ഭാര്യ മത്സരിക്കുമെന്ന് പറഞ്ഞവർക്ക് അധികാരമോഹം ഇല്ലെന്ന് ഇപ്പം മനസ്സിലായി എന്ന് പറഞ്ഞു. അതുപോലെ LDF കൺവീനർ 3 തവണ 4 തവണ MLA ആൾ മന്ത്രി ആളാണ്, പുള്ളിക്ക് മത്സരിക്കണം. ഒരു കൊച്ചുകൊച്ചിനോടാ തോറ്റുപോയത്. അപ്പൊ ഇങ്ങനെ വന്ന് എന്താ കഴിഞ്ഞിട്ട് ഇയാളെ എടുത്തിട്ട് ഇവർ പൊരിച്ചു കളഞ്ഞു. ആരെ? MV അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ EP അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി അങ്ങ് പകർത്തു. വിഴിഞ്ഞം കരാറെന്ന് പറഞ്ഞാൽ ചുമ്മാ അഞ്ഞാഞ്ഞ കരാറല്ല, പറയാനുള്ളതല്ല. അതാണ് അത്രേ ഉള്ളൂ. ഞാൻ ആരോടൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന് EP പറഞ്ഞു. ഇത് നേരെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുപോകേണ്ട നല്ല പ്രോജക്റ്റാണ്. LDF സർക്കാർ തുടങ്ങിയതാണ്. ഇതിനെ UDF മുതലെടുക്കാതെ നോക്കിക്കൊള്ളണം എന്നുള്ളതാണ് CPM-നകത്ത് ഒരു ആശയക്കുഴപ്പമില്ല. ഇതിനൊരു കരാറുണ്ട്. ഈ കരാർ അനുസരിച്ച് മുന്നോട്ട് പോകും. ഈ പദ്ധതി കാരണം നിങ്ങൾ വിവാദം ഉണ്ടാക്കി കേരളത്തിന്റെ ഇതിനകത്ത് ഒരു എന്ത് വിവാദം, ഇത് എന്ത് വിവാദം ഉണ്ടാക്കാൻ വിവാദമൊന്നും ഇല്ല എന്നാണ്. അപ്പൊ അതിന് ശേഷമാണ് ഈ ഇന്നലെ ടീച്ചർ പറഞ്ഞത്. അതായത് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനകത്ത് ഒരു തെറ്റുമില്ല. ഈ എല്ലാ സർക്കാരും ഇരിക്കുമ്പോൾ അവരൊരു ഉദ്യോഗസ്ഥരെ മാറ്റുന്നതാണ്. അതിനകത്ത് ഇപ്പം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കൂടിയാണെന്ന് ഓർക്കണം അവര്. അഥവാ ഇനി വേറെ വലിയ സ്ഥാനത്തിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ. അതെ, എന്താണെങ്കിലും ശരി. അതിനെ ശരി. ആ ശൈലജ പറഞ്ഞു ഇന്ന് രാവിലെ ശ്രീമതിയും വന്ന് പറഞ്ഞു KK രാഗേഷ് എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായ കാരണം വ്യക്തമാക്കണം. ചുമ്മാതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവ്വപ്രതാപിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത CPM-ൽ ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുക എന്നുള്ളതാണ്. അല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് CPM-ന്റെ ഒരു സൈഡിൽ വലിയ പ്രബലമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് രൂപം കൊള്ളുന്നു. ഒരു സൈഡിൽ MV ഗോവിന്ദൻ, ഈ പറയുന്ന പിണറായി വിജയൻ, പിന്നെ KN ബാലഗോപാൽ തുടങ്ങി അയാൾക്ക് പ്രിയങ്കരായിട്ട് കുറച്ച്. പക്ഷേ ഈ യാദവകുലം അവസാനം മുടിയുന്നത് തമ്മിത്തല്ലിയാണ്. അതിനു മുമ്പ് എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നതാണ്. അവസാനം ഈ യാദവകുലം ഒരു ഒലക്കയുടെ പേരിലല്ലോ തമ്മിലടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ CPM കുലം ഈ കണ്ണൂരിൽ നിന്ന് തന്നെ തമ്മിലടി തുടങ്ങി ഇത് മുടിയാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. കാരണം ശക്തമായ എതിർപ്പ് അവർ ഉന്നയിച്ചു കഴിഞ്ഞു. KK രാഗേഷിനെ, ഈ പിണറായി വിജയനെ, MV ഗോവിന്ദനെയൊക്കെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഈ പാർട്ടി ബംഗാളിൽ എന്താണോ പാർട്ടിക്ക് സംഭവിച്ചത്, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആയിരങ്ങളുണ്ട്. ഇപ്പം മാറി വോട്ട് ചെയ്തവർ പോലും അവർ ഗതികേട് കൊണ്ട് വോട്ട് ചെയ്താണ് ഇവരെ എങ്ങനെയും പറഞ്ഞു വിട്ടിട്ട് പോകണമെന്നുള്ളത്. എന്താണെങ്കിലും ശരി, CPM-നുള്ളിൽ ഓരോ ദിവസവും പടലപ്പിണക്കം രൂക്ഷമാവുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കരുതുന്നത്. ഇന്നത്തെ ലൂസ് ടോക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.